മകളെ തേർഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നത്. സെക്കൻഡ് അലോട്ട്മെന്റിൽ 21,000 കുട്ടികളാണ് ഫ്രഷ് ആയിട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അഡ്മിഷൻ എടുത്ത കുട്ടികൾ. 5 ഇരട്ടി കുട്ടികൾ, അതായത് സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളേക്കാൾ 5 ഇരട്ടി കുട്ടികൾക്കാണ് തേർഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ സമയത്ത് സീറ്റ് വേക്കന്റ് ആയിട്ട് 75,000 സീറ്റ് വേക്കന്റ് ആയിട്ട്, ഓൾറെഡി 75,000 സീറ്റ് വേക്കന്റ് ആയിട്ടുണ്ട്. ഈ 75,000 മാത്രമല്ല കേട്ടോ, ഇനിയും 20,000 സീറ്റ് പിന്നെയും വേക്കന്റ് ആയിട്ട് വരുന്നുണ്ട്. 20,000 സീറ്റ് വരുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ സമയത്ത് ഏകദേശം 17,294 കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല. 17,294 കുട്ടികൾ ജനറൽ കാറ്റഗറിയിൽ അഡ്മിഷൻ എടുക്കാതെയുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ ഏകദേശം 1,469 കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല. അത് തന്നെ 20,000 സീറ്റ് അവിടെ തന്നെ വരുന്നത് ഏകദേശം. അതായത് 75,000 കൂടെ ഈ 20,000 കൂടി ആഡ് ചെയ്യപ്പെടും. ഏകദേശം 95,000 എബൌട്ട് 95,000 സീറ്റ് വേക്കന്റ് ആയിട്ടുണ്ട്. മക്കൾ മനസ്സിലാക്കേണ്ടത്, സെക്കൻഡ് അലോട്ട്മെന്റിൽ 21,000 കുട്ടികളാണ് ഫ്രഷ് ആയിട്ട് അലോട്ട് ചെയ്തത്. ഇപ്പൊ ഒരുപാട് കുട്ടികൾ സീറ്റ് കിട്ടിയില്ല, ഞങ്ങൾക്ക് ഫുൾ A+ ആണ്, എന്നിട്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നുകൊണ്ടും വെറുതാവണ്ട, 5 മടങ്ങാണ് വരാൻ പോകുന്നത് അഡ്മിഷൻ, 5 ടൈംസ്. ഓക്കെ, നേരത്തെ 20,000 ആണെങ്കിൽ ഇപ്പോൾ 1,00,000 കുട്ടികളാണ് എന്ത് ചെയ്യുക പുതുതായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്. അതിൽ നിങ്ങൾ ഉണ്ടാവും. അത് തന്നെ, അതിൽ നിങ്ങൾ ഉണ്ടാവും. മക്കൾ മനസ്സിലാക്കേണ്ട വേറെ ഇൻഫർമേഷൻ എടുത്ത് മാനേജ്മെന്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, മാനേജ്മെന്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ എന്ത് ചെയ്യാം അൺഎയ്ഡഡ് കോട്ട, ഇതിലേക്കുള്ള ലിങ്ക് അവിടെ എന്ത് ചെയ്യുക HS ക്യാപ്പിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. അത് 16-ാം തീയതി വീണ്ടും എന്ത് ചെയ്യുക തേർഡ് അലോട്ട്മെന്റ് ഓപ്പൺ ആവുന്ന സമയത്ത് അത് ഓപ്പൺ ആവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്, ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റ്. ഓക്കെ, അതുകൊണ്ട് കമ്മ്യൂണിറ്റി കോട്ടയും മാനേജ്മെന്റ് കോട്ടയും അൺഎയ്ഡഡ് കോട്ടയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനോ അഡ്മിഷൻ എടുക്കാനോ ഒരു തടസ്സം ഉണ്ടാവും. അത് വെറീഡ് ആവേണ്ട ആവശ്യമില്ല. അത് 16-ാം തീയതി വീണ്ടും ഓപ്പൺ ആവുമെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റുകളും ചാനലിൽ കറക്റ്റായി തന്നുകൊണ്ടേയിരിക്കും. മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.